നീ സാൻ ഷീ ഗോ റുക്കു. നിങ്ങളിൽ പലരും കരുതി കാണും ഇത് ഞാനാണെന്ന്. എങ്കിൽ അത് ഞാനല്ലായിരുന്നു. പിന്നെ ആരാണെന്നല്ലേ? പ്രിയപ്പെട്ട ടോസ് മാസ്റ്റർ സുഹൃത്തുക്കളെ, അതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതെ, ഇത് ഞാനല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്കൂളിലെ കരാട്ട അധ്യാപകനായ അനീഫ മാഷായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഞങ്ങൾ കുട്ടികൾക്ക് കരാട്ടയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തരികയായിരുന്നു. ഇഷൈ, റാഫി, ഇതിന്റെ നീക്കങ്ങൾ വളരെ ശക്തവും ചടുലവും കൃത്യവുമാണ്. നീ കൃത്യമായി കരാട്ട പരിശീലിച്ചാൽ ഒരുപക്ഷെ നല്ലൊരു അഭ്യാസിയായി മാറിയേക്കാം. നാളെ മുതൽ സ്കൂൾ കഴിഞ്ഞ് എന്നും നീ കരാട്ട പരിശീലിക്കാൻ വരണം. ഞാൻ തല കുലുക്കി സമ്മതിച്ചു. പിറ്റേന്ന് മുതൽ ഞാൻ ക്ലാസ്സിൽ പോയി തുടങ്ങി. അങ്ങനെ 1, 2, 3 ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എന്തോ ഒരു ശക്തി, ആരോ ഒരാൾ എന്റെ പുറകിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. നിനക്ക് വേറെ പണിയില്ലേ? കരാട്ട പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത്തരം ഒരു അനുഭവം നിങ്ങളിൽ പലർക്കും പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? എന്തായാലും 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഞാൻ ആ പണി നിർത്തി. പിന്നെ ഞങ്ങളുടെ സ്കൂളിന്റെ വരാന്തയുടെ അങ്ങേ തലക്കൽ നിന്ന് അനീഫ മാഷെ കാണുമ്പോൾ ഇവിടെയുള്ള ഒരു വലിയ കൽത്തൂണിന് പുറകിലേക്ക് ഞാനങ്ങനെ ഓടി വിളിക്കും. അവിടെ ഞങ്ങളെ സ്കൂളിലെ മടിയന്മാരും അലസന്മാരുമായ എൻ്റെ മറ്റു സുഹൃത്തുക്കളെ ഞാൻ അവിടെ കണ്ടുമുട്ടും. അവരോടൊത്ത് കഥ പറഞ്ഞ് വെടി പറഞ്ഞ് ഞാൻ അവിടെ അങ്ങനെ എൻ്റെ സമയത്തെ കുന്നുകളെ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഞാൻ ആ സ്കൂളിൽ കഴിച്ചു കൂട്ടി. വേറൊരു ദിവസം മറ്റൊരു ക്ലാസ്സിൽ ഒരു ഇടവേള സമയത്ത് ഞാനൊരു മൂളിപ്പാട്ട് പാടുകയായിരുന്നു. പനി നീർ മഴയോ. ഇത് കേട്ട് ഞങ്ങളുടെ സ്കൂളിലെ സംഗീതാധ്യാപകൻ നാരായണൻ മാഷ് ക്ലാസ്സിലേക്ക് ഓടിക്കയറി വന്ന് ചോദിച്ചു, ആരാണ് അവിടെ ശബ്ദം ഉണ്ടാക്കിയത്? ആരാന്ന്? ഞാൻ പേടിച്ച് പതുക്കെ എഴുന്നേറ്റ് പറഞ്ഞു, മാഷെ ഞാനാണ്. റാഫി, നീ നന്നായി പാടി. നിന്റെ ശബ്ദം വളരെ നന്നായിരിക്കുന്നു. ഒരുപക്ഷെ ശ്രുതി ചേർത്ത് താളലയ ബോധത്തോടെ നീ സംഗീതം പഠിച്ചാൽ നിനക്ക് ഒരു മുഹമ്മദ് റാഫി ആവാൻ സാധിച്ചേക്കാം. നാളെ മുതൽ നീ എന്തായാലും സംഗീതം അഭ്യസിക്കാൻ വരണം. ഞാൻ തലകുലുക്കി സമ്മതിച്ചു. പിന്നെ പിറ്റേന്ന് മുതൽ ഞാൻ പഠിക്കാൻ പോയി തുടങ്ങി. അങ്ങനെ സപ്തസ്വരങ്ങൾ പോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അതേ പിൻവിളി എന്നെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, റാഫി, സംഗീതം പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്? വെറുതെ സമയം കളയാൻ. നിനക്ക് വേറെ പണിയില്ലേ? അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആ പണിയിൽ നിർത്തി. പിന്നീട് സ്കൂളിന്റെ വരാന്തയുടെ അതേ മൂലയിൽ നിന്ന് നാരായണൻ മാഷ് വരുമ്പോൾ ഞാൻ അതേ കൽത്തൂണിന് പുറകിലേക്ക് ഓടി ഒളിക്കും. അവിടെ ഞാൻ എൻ്റെ അതേ പഴയ സുഹൃത്തുക്കളെ കാണും. അതേ അലസന്മാരായിരിക്കുന്ന ആ പഴയ സുഹൃത്തുക്കളെ. അവരോടൊപ്പം ഞാൻ അവിടെ എൻ്റെ സമയങ്ങൾ ചെലവഴിച്ചു കളയും. ആ ഇടത്തിന് സുഖലോലുപതയുടെ ശീത ഇടം എന്നൊരു പേരുണ്ട്. നിങ്ങൾക്ക് ആംഗലേയ ഭാഷയിൽ അതിനെ കംഫർട്ട് സോൺ എന്ന് വിളിക്കാം. ആ ഇടത്തിനൊരു പ്രത്യേകതയുണ്ട് സുഹൃത്തുക്കളെ. അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ആശയങ്ങളെ ഘനീഭവിപ്പിച്ച് നിങ്ങളുടെ സാമൂഹ്യ ബോധത്തെ തല്ലിക്കെടുത്തി നിങ്ങളിൽ എന്തെങ്കിലും രാഷ്ട്രീയ പൊതുബോധമുണ്ടെങ്കിൽ അതിനെയെല്ലാം തച്ചുടച്ച് നിങ്ങളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവുകളിൽ നിരാശ ജനിപ്പിച്ച് നിങ്ങളിലെ ആത്മവിശ്വാസം മുച്ചോട് മൂടിച്ച് നിങ്ങളെ ശരാശരിയിൽ താഴെയായ ഒരു പൗരനാക്കി മാറ്റും. അങ്ങനെ യാതൊന്നും അടയാളപ്പെടുത്താതെ, യാതൊരു സംഭാവനയും നൽകാതെ ഞാൻ എൻ്റെ കൗമാരവും എൻ്റെ യൗവനത്തിന്റെ തുടക്കമെല്ലാം ഞാൻ പാഴാക്കി കളഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ പല ദിക്കുകളിലായി അങ്ങനെ എൻ്റെ കാലങ്ങൾ ചെലവഴിച്ചു. അങ്ങനെ ഞാൻ ഖത്തറിലുമെത്തി. 2019 സെപ്റ്റംബർ മാസത്തിലെ ഒരു ചൊവ്വാഴ്ച ഞാൻ അങ്ങനെ ഖത്തർ മലയാളം ടോസ് മാസ്റ്റർ ക്ലബിലെ ഒരു യോഗത്തിൽ പങ്കെടുത്തു. അവിടെ ഞാൻ 50 കഴിഞ്ഞ ചെറുപ്പക്കാരെയും 20 തികഞ്ഞ പക്വമതികളെയും തോളിൽ കൈയിട്ട് മൂല്യനിർണയം നടത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരെയും കണ്ട് ആശ്ചര്യപ്പെട്ടു.
അതൊരു ടോസ് മാസ്റ്റർ സുഹൃത്ത് എന്നെ ചൂണ്ടി പറഞ്ഞു, നിങ്ങൾ അപകടത്തിലാണ്. നിങ്ങൾ അപകടത്തിലാണ്. കാരണം നിങ്ങളുടെ മുഖത്ത് ഞാനൊരു സുഖലോലുപതനെ കാണുന്നു. നിങ്ങൾ വിഹരിക്കുന്ന ആ സുഖലോലുപതയുടെ ആ ശീത ഇടമുണ്ടല്ലോ, അവിടെ ഒരു വിത്ത് മുളക്കില്ല, ഒരു ചെടിയും വളരില്ല, ഒരു പൂവും വിടരില്ല. അവിടെ നിന്ന് നിങ്ങളെ ഞാൻ കർമ്മധീരതയുടെ, ആത്മവിശ്വാസത്തിന്റെ, കർമ്മ ചടുലതയുടെ ടോസ് മാസ്റ്റർ ഇടത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ അങ്ങനെ ടോസ് മാസ്റ്ററിൽ അംഗമായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അലസമായി ഞാൻ പാഴാക്കി കളഞ്ഞിരുന്ന എന്റെ അവധി ദിനങ്ങൾ, വെറുതെ വെടി പറഞ്ഞിരുന്ന വൈകുന്നേരങ്ങൾ അനന്തമായ സാധ്യതകളുടെ ആവനാഴികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കൂടുതൽ ആളുകളെ പരിചയപ്പെടാൻ തുടങ്ങി. എന്റെ വൈകുന്നേരങ്ങൾ ഞാൻ പ്രസംഗങ്ങൾ എഴുതുവാനും അത് കേൾക്കുവാനും അതിനുവേണ്ടി പുസ്തകങ്ങൾ വായിക്കുവാനും ഞാൻ ചെലവഴിച്ചു. പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ചില മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന്. അങ്ങനെ എനിക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാനായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശ്രമിക്കുക. അതൊരു പാട്ട് പാടാനാണെങ്കിലും ഒരു ചിത്രം വരക്കാനാണെങ്കിലും പരിശ്രമിക്കുക. നിങ്ങൾ സുഖലോലുപതയുടെ ആ ശീത ഇടത്തിൽ നിന്ന് പുറത്തു കടക്കുക. പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്താക്കാൻ വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയല്ലേ മനുഷ്യനെ പാലിലയച്ചത് ഈശൻ എന്ന് KV കേശവപിള്ള പറഞ്ഞത് ഓർത്തുകൊണ്ട് തിരിച്ച്